ഹൽ ഹികായത്തു സലാസൂന അൻ ദിന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു. ദിന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹുവിനെ തൊട്ടാണ് 30ാമത്തെ ഉദ്ധരണി. ദിന്നൂൻ തങ്ങൾ പറയുന്നു, ഉസിബലി റജുലുൻ മിൻ അഹ്ലിൽ മഅരിഫത്തി, അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കി ജീവിക്കുന്ന കൂട്ടക്കാരിൽപ്പെട്ട ഒരാളെ കുറിച്ച് എന്നോട് പറയപ്പെടുകയുണ്ടായി. ഫീ ജബലി ലുഖാം, ജബലി ലുഖാമിലുണ്ടെന്നാണ് എന്നോട് പറയപ്പെട്ടത്. അത് കേട്ടപ്പോ കസത്തുഹു, അദ്ദേഹത്തെ ഞാൻ കരുതിപ്പോയി. സമയത്തുഹു, അങ്ങനെ ചെന്നോക്കുമ്പോ ഞാൻ അദ്ദേഹത്തെ കേട്ടു. യഖൂലു, മാൻ പറയുന്നു, എന്ത്? ബി സൗത്തിൻ ഹസീനിൻ, ദുഃഖകരമായ ഒരു ശബ്ദമാണ്. ഫീ ബുക്കായും അനിന്, ഏങ്ങി ഏങ്ങി കരയുന്നു, കരച്ചിലും ഏങ്ങലുകളുമുണ്ട്. അതിലായിക്കൊണ്ട് ദുഃഖിക്കുന്ന ഒരാളുടെ ശബ്ദം. അങ്ങനെ ദുഃഖിക്കുന്നവന്റെ ബി സൗത്തി ഹസീൻ എന്നാണ്. സൗത്തിൻ ഹസീൻ എന്നല്ല, ബി സൗത്തി ഹസീനിൻ. ബി സൗത്തി ഹസീൻ എന്ന് പറയും ദുഃഖിക്കുന്ന ആളുടെ ശബ്ദം. അതേപോലത്തെ ഒരു ദുഃഖമായ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ. നോക്കുമ്പോ എന്താണ് അത് രണ്ട് ഈരടിയാണ്. യാദല്ലദീ അനസൽ ഫുആദു ബിദിക്രിഹി അന്തല്ലദീ മാഇൻ ശിവാക ഉരീദു. യാദല്ലദിയെ, ഒരുത്തനെ, എങ്ങനത്തെ ഒരുത്തൻ? അനസൽ ഫുആദു ബിദിക്രി, ആ ഒരുത്തനെ ഓർക്കൽ കൊണ്ട് മനസ്സിന് വല്ലാത്തൊരു രോമാഞ്ചം, കുളിർമയും നേരം പോക്കാകുമെന്നുണ്ട്. അങ്ങനെയുള്ള ഒരുത്തനെ, അന്തല്ലദീ, നീ ഒരുത്തനാണ്. എങ്ങനത്തെ ഒരുത്തൻ? മാ ഇൻ ശിവാക ഉരീദു, നിന്നെയല്ലാതെ മറ്റൊരാളെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, നിന്നെ മാത്രമേ എന്റെ ലക്ഷ്യമുള്ളൂ, വേറാരും എനിക്ക് ലക്ഷ്യമില്ല. തഫ്നല്ലയാലി വസ്സമാനു ബിഅസ്രിഹി വഹവാക വല്ലും ബിൽ ഫുആദി ജദീദു. തഫ്നല്ലയാലി, രാത്രിക്കഥ നശിച്ചുകൊണ്ടിരിക്കുന്നു, വരുന്നു പോകുന്നു. വസ്സമാനു, കാലങ്ങളെങ്ങനെ പോകുന്നു, വരുന്നു പോകുന്നു. ബിഅസ്രി, ഒന്നാകെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വഹവാക്ക, നിന്നോടുള്ള പ്രേമം. എങ്ങനത്തെ പ്രേമം എന്ന് വെച്ചാൽ ഒല്ലുൻ, അത് മനസ്സിന്റെ അകത്തിളത്തിൽ അടങ്ങുന്നില്ല, തളർച്ചയില്ല, ശാന്തമില്ല, അങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മനസ്സിന്റെ അകത്തളത്തിൽ ക്ഷീണമില്ലാത്ത, ഒരിക്കലും ചീഞ്ഞു നാറാത്ത നല്ല സ്നേഹങ്ങളുണ്ട്. ആ സ്നേഹം ജദീദുൻ, അത് പുതിയതാണ്, അതങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു പുതിയതായിട്ട്. ഇതല്ലാതെ മറ്റൊന്നും എനിക്കില്ല എന്നർത്ഥം വരുന്ന റബ്ബുമായുള്ള മുനാജാത്താണ്, റബ്ബിനെ കുറിച്ചുള്ള ചിന്തയാണ്. അതിൽ ലയിച്ചുകൊണ്ട് ദുഃഖിക്കുകയാണ്. ആ ദുഃഖിക്കുന്ന ആളുടെ ശബ്ദമാണ് ഞാൻ കേട്ടത് എന്ന് മഹാനായിക്കുന്ന ദിന്നൂനിൽ മിസ്രി തങ്ങൾ പറയുന്നു. അങ്ങനെ കാല ദിന്നൂനി തങ്ങൾ പറയുന്നു, സൗത്ത, ശബ്ദം കേട്ടു, ആളെ കാണുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ശബ്ദം ഒന്ന് പരതി നോക്കുമ്പോൾ ഫഇദൻ, ആ സമയത്ത് ഫത്തൻ, ഒരു യുവാവിന്റെ അടുത്താണ്. ആ യുവാവിന്റെ അടുത്തെത്തി. അങ്ങനത്തെ യുവാവ് ഹസനൽ വജ്ഹി, ഈ മുഖം നല്ല അഴകുള്ളവനാണ്. ഹസനി സൗത്ത്, ശബ്ദം നല്ല മാധുര്യമുള്ള. പക്ഷേ ദിൽക്കൽ മഹാസിനു, നല്ല ചെറുപ്പക്കാരന്, അഴകുള്ള ഒരാളാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ അഴകും ഇതാ പോയിരിക്കുന്നു. ആ അഴകുണ്ട് എന്നതിന്റെ അടയാളം മാത്രം അവശേഷിക്കുന്നു, മറ്റൊന്നും കാണുന്നില്ല. നഹീൻ, പറ്റ മെലിഞ്ഞ് മാംസം കുറഞ്ഞതായിരിക്കുന്ന ഒരു യുവാവിനെ എനിക്ക് കാണാൻ കഴിഞ്ഞു. കദിസ്ഫറ, അദ്ദേഹം ആകെ മഞ്ഞ കളറായിരിക്കുന്നു, പടച്ചോനെ പേടിച്ചിട്ട്. വഹിത്തറക്കാകെ കറുത്ത് കരിഞ്ഞിരിക്കുകയാണ്. യത്തനത്തിൽ ഒഹുവായി മഹാൻ ഷബീഹും ബിൽ വാലിയിൽ ഹൈറാൻ, പേടിച്ച് ദുഃഖിതനായ ഒരാൾ, പരിഭ്രമിക്കുന്ന ഒരാൾ, ആ ഒരവസ്ഥയിലാണ്. അങ്ങനെയുള്ള ഒരാളോട് സാദൃശ്യമായ രീതിയിലാണ് മഹാനുള്ളത്. ഈ അവസ്ഥയെല്ലാം കണ്ടെങ്കിലും ഞാൻ പോയിട്ട് വസല്ലംതു അലൈഹി, ഈ ചെറുപ്പക്കാരന്റെ മേൽ ഞാൻ സലാം പറഞ്ഞു. അസ്സലാമു അലൈക യാ അഖി ഫറദ്ദ അലൈഹി അസ്സലാം. അങ്ങനെ ആ യുവാവ് എന്റെ മേൽ വഅലൈക അസ്സലാം എന്ന് മടക്കി. എന്നിട്ട് വബഖിയ സാഖിസൻ, കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് അങ്ങനെ നിൽക്കുന്നു മഹാൻ. നിൽക്കുകയല്ല, യഖൂലു, കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവശേഷിക്കുകയാണ്. എന്താണ് വാക്ക്?
ഉമിയത് ഐനി അനിദ്ദുന്യാ വസീനതിഹാ ഫഅന്ത വറൂഹു മിന്നീ വയറു മുഫ്തരിഖീ. അല്ലെങ്കിൽ അഅമൈതു എന്നും പറയാം, രണ്ടു നിലക്കാലും കുഴപ്പമില്ല. അഅമൈതു ഞാൻ അന്ധനാക്കി മാറ്റി, ഐനി എന്റെ കണ്ണിനെ കാഴ്ചയില്ലാതാക്കി. എന്തിനെ തൊട്ട്? ദുനിയായി പ്രപഞ്ചത്തെ തൊട്ട്, വസീനത്തിഹ അതിന്റെ അഴകുകളെ തൊട്ടും. അപ്പൊ ഈ പ്രപഞ്ചത്തിനെയും പ്രപഞ്ചത്തിന്റെ എല്ലാ അഴകുകളും അതിന്റെ എല്ലാ സുഖങ്ങളെ തൊട്ടും ഒന്നും കാണാൻ പറ്റാത്ത രൂപത്തിൽ എന്റെ കണ്ണിനെ ഞാൻ കുരുടയാക്കി മാറ്റി. ഇപ്പൊ അതൊന്നും ഞാൻ കാണുന്നില്ല. കണ്ണ് അന്ധനാണ് ആ വിഷയത്തിൽ. അതുകൊണ്ട് താനും ആത്മാവും നീയും ആത്മാവും എന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും വിട്ടുപിരിയുന്നില്ല. അപ്പൊ നീയും ആത്മാവുമാണ് ഇപ്പൊ എന്റെ അടുത്ത്, ബാക്കിയൊക്കെ പോകും. എന്നിട്ട് പറയും, അള്ളാഹിനെ കുറിച്ച് പറയും, ഇദാ ദകർതുക വഫീ മുഖ്ലതി അറഖു മിൻ അവ്വലിൽ ലൈലി ഇലാ മത്ലഇൽ ഫലഖി. ഇദാ ദകർതുക പടച്ചവനെ നിന്നെ ഞാൻ ഓർക്കുകയാണ് എങ്കിൽ, വഫീ മുഖ്ലതി അത്തരത്തിൽ എന്റെ കണ്ണിലുണ്ട്, അറഖു വളരെ ഒരു ലോലമാണ്, നേരിയതായിരിക്കും എന്റെ കണ്ണ്. ഏത് മുതൽ? മിൻ അവ്വലിൽ ലൈലി ഇലാ മത്ലഇൽ ഫലഖി, രാത്രിയുടെ ആദ്യ ഭാഗം മുതൽ സുബഹി വരെ എന്റെ കണ്ണ് ഞാൻ ഉറങ്ങാതെ നേരിയതായിരിക്കുന്ന രീതിയിൽ നിന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നും എനിക്കില്ല. നിന്നെ ഓർത്തതുകൊണ്ട് എനിക്ക് ഉറക്ക് വരുന്നില്ല. ഞാൻ ആ അവസ്ഥയിലാണ്. വമാ തതാബഖത്തിൽ അഹദാകു അൻസിനത്തിൻ ഇല്ലാ റഅയ്തുക ബൈനൽ ജഫനി വൽ ഹദഖി. വമാ തതാബഖത്തിൽ അഹദാകു എന്റെ കണ്ണിന്റെ കൃഷ്ണമണികൾ തമ്മിലൊന്നും യോജിക്കുന്നില്ല. അൻസിനത്തിൻ എന്തിനെ തൊട്ട്? ഉറക്കം തൂങ്ങുക. ആ ഉറക്കം തൂങ്ങുകയൊന്നുമില്ല. ഇല്ലാ റഅയ്തുക നിന്നെ ഞാൻ കണ്ടിട്ടല്ലാതെ ഇല്ല. ബൈനൽ ജഫനി വൽ ഹദഖി എന്റെ കൺപോളയുടെയും കൃഷ്ണമണിന്റെയും ഇടയിൽ ഞാൻ എങ്ങനെ കണ്ണ് ചെമ്പി യോജിച്ചു നോക്കിയാലും യോജിക്കുന്നില്ല. നിന്നെ കണ്ടിട്ടല്ലാതെ എപ്പോ നോക്കിയാലും എന്റെ കണ്ണിന്റെ അരികിൽ നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നാഥാ. ഇതാണ് മഹാൻ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് പാടിയത്. എന്നിട്ട് ഈ പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം സുമ്മ ഖാല യദന്നൂൻ, എന്നിട്ട് പേര് വിളിച്ചിട്ട് യുവാ പറഞ്ഞു, യാ ദന്നൂൻ, നൂനെ ദന്നൂൻ മാലക വതലബിൽ മജാനീൻ, നിനക്കെന്താകുന്നു? ഈ ഭ്രാന്തന്മാരെ തേടുന്നതിൽ നിനക്ക് എന്തു വല്ലാത്തൊരു അത്ഭുതം. അവ കൊൽത്തു, ഞാൻ അങ്ങ് ചോദിച്ചു, അവ മജ്നൂനുൻ അൻത, താങ്കൾ ഭ്രാന്തനാണോ എന്ന് ചോദിച്ചു. കാലാപ്പ യുവാവ് പറഞ്ഞു, സുമ്മീതു ബിഹി, ഞാൻ ഭ്രാന്തനാണ് എന്നെനിക്ക് പേര് നൽകപ്പെട്ടിട്ടുണ്ട്. കൊൽത്തു മസ്അലതൻ, അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. കാല, അപ്പൊ യുവാവ് പറയുന്നു, സെൽ, ചോദിച്ചോ. കൊൽത്തു, ഞാൻ പറയും. അപ്പോ ചോദിച്ചത് കൊൽത്തു, ഞാൻ ചോദിച്ചു, അഖ്ബിർനി മല്ലദി ഹബ്ബബ ഇലൈക്കൽ ഇൻഫിറാദ, എല്ലാവരെ തൊട്ടും തനിക്കാണ് നിങ്ങൾ, ആരും കൂട്ടുകെട്ടില്ല, ആരുമില്ല, ഇങ്ങനെ നിങ്ങൾ തനിക്കുന്നു. ഈ തനിക്കലിനെ നിങ്ങളിലേക്ക് ഇഷ്ടമാക്കിയ വസ്തു എന്തെന്നാകുന്നു? കഥാക്കാരിൽ ആനിസീന, എന്തെല്ലാം മനുഷ്യന് കണ്ണുകുടുംബം കാണാനുണ്ട്, എന്തെല്ലാം നേരം പോക്കിനോട് പറ്റുന്നുണ്ട്, അതിനെ തൊട്ടെല്ലാം നിങ്ങളെ മുറിച്ചു കളഞ്ഞിരിക്കുന്നല്ലോ, എന്തെന്നാകുന്നു അത്? വഹമ്മത്തബിൽ ഔദിയത്തി വൽ ജിബാൽ, പർവ്വതങ്ങളിലും പർവ്വത നിരകളിലൂടെയും അതുപോലെ തന്നെ അടിഭാഗങ്ങൾക്കൂടെയും ഇടവഴിയിലൂടെയൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടല്ലോ, അത്രത്തോളം നിങ്ങൾ ആക്കി മാറ്റിയാലോ, എന്താണ് സംഗതി എന്ന് ചോദിച്ചു. ഈ മൂന്ന് കാരണവും ഞാൻ ചോദിച്ചപ്പോൾ വഖാല, ആ യുവാവ് എന്നോട് പറയുന്നു, ഹുബ്ബി ലഹു, എന്റെ റബ്ബിനോടുള്ള എന്റെ സ്നേഹം, ഹയ്യമനി, അത് എന്നെ പരിഭ്രമിപ്പിച്ചു. ഞാൻ അള്ളാഹിനെ കുറിച്ച് സ്നേഹിച്ചു നോക്കുമ്പോൾ എന്റെ മനസ്സിന്റെ അകത്തളത്തിൽ പരിഭ്രമം ഉണ്ടാക്കി. അപ്പൊ ഷൗക്കിയിലേക്ക് അവിടുന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നെ വരുന്ന ഷൗക്ക്. ആ ഷൗക്ക് തന്നെ ആത്മാർത്ഥമായി പ്രേമത്തിന് മുന്നിൽ വലിയ ശക്തമായ പ്രേമമാണ്. അത് അള്ളാഹുവിലേക്കാണ് എന്റെ ആഗ്രഹം വന്നത്. ആ ആഗ്രഹിക്കും തോറുമ്പോൾ എന്താവും? ഹയ്യജനി, അതെന്താണെന്നറിയാമോ? എന്നെങ്ങനെ ഉയർത്തി. അപ്പൊ അള്ളാഹുവിലേക്ക് ഞാൻ ഇങ്ങനെ എന്താവും ആഗ്രഹിക്കുമ്പോഴൊക്കെ അള്ളാഹു എന്നെ ഉയർത്തിക്കൊണ്ടുപോയി ആഗ്രഹം. വജിദീബി,
അള്ളാഹിനെ കൊണ്ടുള്ള ശക്തമായിരിക്കുന്നതിന്റെ പ്രേമം അഫ്രദനി അത് എല്ലാരും തൊട്ടും എന്നെ തനിപ്പിച്ചു കളഞ്ഞു. എനിക്ക് സ്നേഹിക്കാൻ അള്ളയല്ലാതെ മറ്റൊന്നും കഴിയുന്നില്ല. എന്നിട്ട് സുമ്മകാല അതിന്റെ ശേഷം ആ യുവാവ് വിളിച്ചു പറയുന്നു, യദന്നൂനെ അഅജബക കലാമുൽ മജാനീൻ, ഭ്രാന്തന്മാരുടെ വാക്ക് കേട്ടിട്ട് നിന്നെ അത്ഭുതപ്പെടുത്തി പോയോ എന്റെ വാക്കുകളും ചോദിച്ചു. ഖുൽതു ഈ അതെ എനിക്കങ്ങനെ തോന്നി, അത്ഭുതമുണ്ട്. വല്ലാഹി അള്ളാഹുവിനെ തന്നെ സത്യം, വഅസ്ജാനി അദ്ദേഹം എന്നെ വല്ലാതെ ആനന്ദിപ്പിച്ചു. കാര്യം കേട്ടു നോക്കുമ്പോ സുമ്മ ഖാബ അന്നി പിന്നീട് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞാൽ പോയി അയാള്. ഫലാദിരി അയിന ദഹബ റളിയല്ലാഹു അൻഹു എവിടേക്കാണ് ആ മഹാൻ പോയത് എനിക്കറിയാൻ കഴിഞ്ഞില്ല. ആ നിലക്കാണ് മഹാൻ അവിടുന്ന് പോയത്. ഇതാണ് മഹാന്മാർ. അല്ലാ എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അള്ളാഹുവിലേക്കുള്ള ഹുബ്ബും ഷൗക്കുമാണ് അവർക്കുള്ളത്. അള്ളയാണ് പോലെ ഈനാസ്, അള്ളയാണ് പോലെ ചിന്ത, അള്ളയാണ് മെഹബൂബ്. ഇതല്ലാതെ മറ്റൊന്നുമില്ല. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ദുനിയാവിൽ ജനങ്ങൾക്കിടയിൽ അവർ ഭ്രാന്തന്മാരായിരിക്കാം, ഭ്രാന്തന്മാരുടെ രീതിയിലുള്ള സംസാരമായിരിക്കാം. പക്ഷെ പറയുന്നതെല്ലാം അള്ളാഹുവിലേക്ക് അടുത്ത് ലയിച്ച മഹാരഥന്മാർ ഹഖീഖത്തുകളാണ് അവർ മൊഴിയുന്നത്. നമുക്ക് തിരിയുന്നില്ല എന്ന് മാത്രം.